ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചൊരു മീൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനു മുമ്പ് കുറേ മീനിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം കണ്ട് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. വറുത്തരച്ച മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തെരണ്ടിയാണ്. തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതും മീൻ വെച്ച് മീൻ കറി ഉണ്ടാക്കാം, പക്ഷെ കുറച്ച് ദശക്കട്ടിയുള്ള മീനാണ് ഇതിന് നല്ലത്. ആദ്യം ഈ മീനൊന്ന് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് മസാലകളെല്ലാം ചേർക്കുന്നത്. ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് പച്ചമുളക് നീളത്തിൽ കീറിയത്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. മീനിന് ആവശ്യമായ കുടംപുളിയാണിത്. കുടംപുളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചൊരു 10-15 മിനിറ്റ് കുതിർത്ത് വെച്ചതാണിത്. ഈ പുളി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ഒരു 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ വെള്ളം നമുക്ക് ചേർക്കാം. ഗ്രേവി കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മീനൊന്ന് നമുക്ക് സ്റ്റവിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങാം. സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ മീൻ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇനി ചട്ടി ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഈ മീനിന് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. വേവ് കുറഞ്ഞ മീനാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്താലും മതി. മീൻ പാകമാവുന്ന സമയം കൂടെ നമുക്ക് കറിക്ക് അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കാനായി ഇതുപോലൊരു പാനോ ചീനച്ചട്ടിയോ ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പിരി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പിരി ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പിരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തേങ്ങ ഒന്ന് ഡ്രൈ ആയി അതിന്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുരുമുളകും ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കണം. ഈ സമയത്ത് തേങ്ങ കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ബ്രൗൺ കളർ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികൾ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൽ സമയം തൊട്ട് വറുക്കണ്ട. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വറുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. ചൂടോടെ ഇത് അരക്കരുത്, കുറച്ച് തണുത്തതിന് ശേഷം മാത്രം അരച്ചാൽ മതി. ഇപ്പോൾ മീൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കാതെ അടിച്ചെടുത്തതാണിത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അരപ്പ് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങയും നമുക്ക് ഇതുപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ച മിക്സിയിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതിലുള്ള അരപ്പൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സി കഴുകി വെച്ച വെള്ളം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരപ്പൊന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന അരപ്പ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കറി കൂടുതൽ തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേവിയുടെ പാകത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി വീണ്ടും സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം കറി നന്നായിട്ട് തിളക്കാൻ അനുവദിക്കണം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. വീണ്ടും നമുക്ക് ചട്ടി മൂടിയതിന് ശേഷം കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യണം. കറി പാകത്തിന് കുറുകി കറിയിലെ എണ്ണയെല്ലാം ഇതേപോലെ തെളിഞ്ഞു വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യണം. ഏകദേശം ഒരു 10-12 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ മസാലയൊക്കെ മീനിലൊക്കെ പിടിച്ച് മീനിൽ നല്ല പുളിയൊക്കെ പിടിച്ച് കിട്ടും. ഇപ്പോൾ കറി ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഈ കറി കുറച്ച് സമയം കൂടെ ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കറിയുടെ ഗ്രേവി കുറച്ചും കൂടെ തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ കറി പാകമായി കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കറിയിൽ കടുക് വറുത്തിടാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കാം. ഉള്ളി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളകും കൂടെ ഇട്ട് ഒന്നുകൂടെ മൂപ്പിക്കണം. ഉണക്കമുളക് ആദ്യമേ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണക്കമുളക് കരിഞ്ഞതിൻ്റെ കളറെല്ലാം മാറിപ്പോകും. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെയും ആ തേങ്ങ വറുത്തതിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ കറി ചൂടോടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. എന്നാൽ ഇത് ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുമ്പോൾ അതിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ വറുത്തരച്ച കറി നമുക്ക് പുട്ട്, ചോറ്, കപ്പ, ഇടിയപ്പം, അപ്പം ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്.
നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.